എല്ലാവർക്കും നമസ്കാരം. എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പ്രൊജക്ഷൻസ് പാർട്ട് 5 ആണ് ഈ ക്ലാസ്സിൽ. ലൈൻസിന്റെ പ്രൊജക്ഷൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിൽ തന്നെ കുറച്ച് വ്യത്യസ്തമായിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് ആംഗിള് കൂടാതെ ഈ തലങ്ങളിൽ നിന്നുള്ള അകലം, ഹൈറ്റ് ഒക്കെ തന്നിരുന്നു. ഇന്ന് അകലം മാത്രം തന്നിട്ട് ആംഗിൾ സ്പെസിഫൈ ചെയ്യാതെ വേറെ രീതിയിൽ ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ എങ്ങനെ നമുക്കത് പ്രൊജക്ഷൻസ് വരയ്ക്കാൻ പറ്റും. പ്രൊജക്ഷൻസ് കംപ്ലീറ്റ് ആയിട്ട് കണ്ടവർക്ക് മാത്രമേ ഈ പോർഷൻസ് നമുക്ക് മനസ്സിലാവുള്ളൂ. ആദ്യം മുതലുള്ള പ്രൊജക്ഷൻ 1, 2, 3, 4 ഈ ഭാഗങ്ങളെല്ലാം കൃത്യമായിട്ട് കാണണം. 2-3 വട്ടം ആവർത്തിച്ച് കാണുക. അതിന്റെ നോട്ട്സ് കൃത്യമായിട്ട് എഴുതി വെക്കുക. വരയ്ക്കേണ്ടത് വരച്ച് തന്നെ വെക്കുക. 3 ഡയമെൻഷണൽ വ്യൂ വരയ്ക്കേണ്ട, നിങ്ങൾ 2 ഡയമെൻഷനിലേക്ക് കൺവേർട്ട് ചെയ്ത പ്രൊജക്ഷൻസ് മാത്രമാണ് വരയ്ക്കേണ്ടത്. അപ്പൊ ഇന്ന് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് പ്രോബ്ലത്തിലേക്ക് പോവുകയാണ്. ഹിയർ വി ഹാവ് എ പ്രോബ്ലം. 1 ലൈൻ 100 mm long line parallel to and 40 mm above HP. HP ക്ക് പാരലൽ ആണ്, 40 mm ഉയരത്തിലാണ്. Its two ends are 25 mm and 50 mm in front of VP. അപ്പോൾ തന്നെ അറിയാം, ഒരു ലൈനിന്റെ 2 എൻഡുകൾ, ഒരെണ്ണം 25 mm മറ്റേ എൻഡ് 40 mm VP-യിൽ നിന്ന് അകന്നു നിൽക്കുന്നു. ആ ലൈൻ 40 mm above HP ആണ്. അങ്ങനെയെങ്കിൽ ആ ലൈനിന്റെ പ്രൊജക്ഷൻസ് വരയ്ക്കുക. കൂടാതെ ഇതിന്റെ ഇൻക്ലിനേഷൻ വിത്ത് VP ആയിട്ടുള്ള ഇൻക്ലിനേഷൻ എത്രയാണെന്ന് കൂടി കണ്ടുപിടിക്കുക. അപ്പൊ 2 പാർട്ടാണ് ക്വസ്റ്റ്യനിലുള്ളത്. ഫസ്റ്റ് യു ഹാവ് ടു ഡ്രോ ദ പ്രൊജക്ഷൻസ് ഓഫ് ദ ഇൻക്ലൈൻ ലൈൻ. അപ്പൊ നമുക്ക് എല്ലാവർക്കും ഇത് ഈ കമ്പ് കഷ്ണം കാണാം. അപ്പൊ ഇത് ഇങ്ങനെ വിളിച്ചു കഴിഞ്ഞാൽ പാരലൽ ടു VP ആൻഡ് പാരലൽ ടു HP ആണ്. ഇത് തന്നെ ഞാൻ അല്പം ഇന്ന് ഇൻക്ലൈൻഡ് ആക്കുമ്പോൾ ഇത് പാരലൽ ടു HPയും ഇൻക്ലൈൻ ടു VP ആണ്. അപ്പൊ 2 എൻഡുകൾ രണ്ടും വ്യത്യസ്തമായിട്ടാണ് ഇത് നിൽക്കുന്നത്. ഒരു എൻഡിൽ നിന്നുള്ള ദൂരം ഇവിടെ തന്നിട്ടുണ്ട് 25 mm, അടുത്ത എൻഡിലേക്കുള്ള ദൂരം 50 mm. ഇവിടെ നിന്ന് 25, ഇവിടെ നിന്ന് 50 ആണ് തന്നിരിക്കുന്നത്. അപ്പൊ അത് പാരലൽ ടു HP ആകുമ്പോൾ, ഹൊറിസോണ്ടൽ പ്ലെയിൻ ആകുമ്പോൾ ട്രൂ ലെങ്ത് കിട്ടുന്ന വ്യൂ ഹൊറിസോണ്ടൽ പ്ലെയിനിലായിരിക്കും കിട്ടുക. ദാറ്റ് മീൻസ് ടോപ്പ് വ്യൂ, മുകളിൽ കൂടി നോക്കുമ്പോഴുള്ള വ്യൂ ആണ് ട്രൂ ലെങ്ത് കാണിക്കുക. സോ XY ലൈൻ വരച്ചിട്ട് ആദ്യം വരയ്ക്കേണ്ട വ്യൂ ടോപ്പ് വ്യൂ ആണ്. എന്നിട്ട് അതിൽ നിന്നാണ് ഫ്രണ്ട് വ്യൂ വരയ്ക്കേണ്ടത്. ഫ്രണ്ട് വ്യൂ നിങ്ങൾ കാണുമ്പോൾ ഇത് നീളം കുറഞ്ഞതായിട്ടാണ് നിങ്ങൾക്ക് തോന്നുക. ആക്ച്വൽ ലെങ്ത് ഇതാണ്, നീളം കുറഞ്ഞതായിട്ടാണ് തോന്നുക. സോ യു ഹാവ് ടു ഡ്രോ ദ ടോപ്പ് വ്യൂ ഫസ്റ്റ്. ഏത് വ്യൂ ആണോ നമുക്ക് കറക്റ്റ് ലെങ്ത്, ട്രൂ ലെങ്ത് തരുന്നത്, അതാണ് ആദ്യം വരയ്ക്കേണ്ടത്. സോ ഫസ്റ്റ് ഡ്രോ ദ XY ലൈൻ. XY ലൈൻ നീട്ടി വരയ്ക്കുക. മാർക്ക് ദ എൻഡ് പോയിന്റ്സ് ആസ് XY. Now in question, the line is parallel to HP and inclined. That is, 2 ends are at different distances. 25 mm 50 mm അകലത്തിലാണ് 2 എൻഡുകളും എന്ന് പറഞ്ഞിട്ടുണ്ട്. HP ക്ക് പാരലൽ ആണ്. അപ്പൊ ട്രൂ ലെങ്ത് കിട്ടുന്ന വ്യൂ ടോപ്പ് വ്യൂ ആണ്. അത് XY ക്ക് താഴെയാണ് വരിക. ഹൊറിസോണ്ടൽ പ്ലെയിനിൽ കിട്ടുന്ന വ്യൂ, ഹൊറിസോണ്ടൽ പ്ലെയിൻ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഹൊറിസോണ്ടൽ പ്ലെയിനിൽ കിട്ടുന്ന വ്യൂ ഇതാണ് നമ്മുടെ പ്ലെയിൻസ്. അപ്പൊ ഈ രീതിയിലായിരിക്കും ലൈൻ നിൽക്കുന്നത്. ഈ അകലം 40 mm തന്നിട്ടുണ്ട്. ഇവിടെ നിന്നുള്ള അകലം ഇത് 25ഉം ഇത് 50ഉം ആണ് തന്നിരിക്കുന്നത്. അപ്പോ ട്രൂ ലെങ്ത് കിട്ടുന്ന വ്യൂ ഹൊറിസോണ്ടൽ പ്ലെയിനിലാണ് കിട്ടുന്നത്, XY ക്ക് താഴെയാണ്. സോ അത് വരയ്ക്കാനായിട്ട് നമുക്ക് ഈ അകലങ്ങൾ മാർക്കണം, കൃത്യമായിട്ട് മാർക്കണം, തെറ്റാൻ പാടില്ല. ഫസ്റ്റ് ഡ്രോ എ ലൈൻ പാരലൽ ടു ആൻഡ് 25 mm away from XY. ഈ എൻഡിലായിട്ട് ഒരു തിൻ ലൈൻ, നീട്ടി വരയ്ക്കേണ്ട ആവശ്യമില്ല. അതേപോലെ 50 mm അകലത്തില് വേറെ ലൈൻ, ഒരല്പം അകലത്തിലായിട്ട് 50 mm ലൈൻ ഇവിടെയും വരയ്ക്കുക. മാർക്ക് എ പോയിന്റ്
മാർക്ക് എ പോയിന്റ് ഓൺ ദ ഫസ്റ്റ് ലൈൻ. ഇനി നമ്മുടെ ലൈൻ ഏത് പേര് വേണമെങ്കിലും നമുക്ക് കൊടുക്കാം. എ ബി എന്ന് കൊടുക്കാം, പി ക്യൂ എന്ന് കൊടുക്കാം, സി ക്യൂ അല്ലെങ്കിൽ സി ഡി എന്ന് കൊടുക്കാം. സപ്പോസ് ദ ലൈൻ എ ബി എന്നാണ് നമ്മുടെ ഈ ലൈനിന്റെ പേര് എന്നുണ്ടെങ്കിൽ നമ്മൾ പേര് കൊടുക്കുന്നത് എ ബി എന്നാണ് പേര് കൊടുക്കുന്നതെങ്കിൽ ടോപ്പ് വ്യൂവിൽ നമ്മൾ റൊട്ടേഷൻ കൊടുക്കേണ്ടത് സ്മോൾ എ ബി എന്നായിരിക്കും. അപ്പൊ ഫസ്റ്റ് പോയിന്റ് എ എന്ന് മാർക്ക് ചെയ്തു. ഇനി ഇതിന്റെ ട്രൂ ലെങ്ത് ആണ് കിട്ടാന്ന് പറഞ്ഞു. സോ ടേക്ക് ദ റേഡിയസ് 100 mm ഇൻ കോമ്പസ്. 100 mm കോമ്പസിൽ എടുക്കുക. വിത്ത് എ ആസ് സെന്റർ ആൻഡ് റേഡിയസ് ഈക്വൽ ടു 100 mm. ഡ്രോ ആൻ ആർക്ക് ഹിയർ. എ കേന്ദ്രമാക്കിക്കൊണ്ട് 100 mm റേഡിയസിൽ ഈ രണ്ടാമത്തെ ലൈനിനെ കട്ട് ചെയ്യുക. അപ്പൊ എന്നിട്ട് ഈ ലൈൻ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ, ഇഫ് യു ജോയിൻ ദീസ് ലൈൻ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ ലൈനിന്റെ ലെങ്ത് 100 mm കിട്ടും. രണ്ട് എൻഡ് പോയിന്റ്സ്, ദിസ് വിൽ ബി അറ്റ് 25 mm ഡിസ്റ്റൻസ് ആൻഡ് ദിസ് വിൽ ബി അറ്റ് 50 mm ഡിസ്റ്റൻസ്. അപ്പൊ നമുക്ക് ആവശ്യമുള്ള ടോപ്പ് വ്യൂ അവിടെ തന്നെ കിട്ടി. മാർക്ക് ദിസ് ആസ് ബി ആൻഡ് ഡയമെൻഷൻ ഇറ്റ്. അപ്പൊ തന്നെ നമ്മൾ ഡയമെൻഷൻ ചെയ്യുന്നു 50 mm, that is 50 mm this distance and 25 mm this distance, and the length of the line will be 100 mm. Length of the line will be 100 mm. Okay. Now top view is over. ഇനി അതിൽ നിന്ന് നമുക്ക് പ്രൊജക്ട് ചെയ്യണം. We have to project the front view. അതായത് ഇതിൽ നിന്ന് നേരെ പെർപെൻഡിക്കുലർ ലൈൻസ് XYയിലേക്ക് പെർപെൻഡിക്കുലർ ലൈൻസ് വരയ്ക്കുക. എയിൽ നിന്നും ബിയിൽ നിന്നും. ഇനി ഇത് XYയിൽ നിന്ന് അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ പ്ലെയിനിൽ നിന്ന് 40 mm ഉയരത്തിലാണ്. അപ്പൊ 40 mm ഉയരത്തിലായിരിക്കും അതിന്റെ ടോപ്പ് ഫ്രണ്ട് വ്യൂ കിട്ടുക. സോ എക്സ്റ്റെൻഡ് ദിസ് പ്രൊജക്ഷൻ അപ് ടു 40 mm. ഇവിടെ നിന്ന് 40 വരുന്ന വിധത്തില് ഈ ലൈൻസ് എക്സ്റ്റെൻഡ് ചെയ്യുക. എക്സ്റ്റെൻഡ് ദീസ് ലൈൻസ് ആൻഡ് കണക്ട് ദീസ് എൻഡ് പോയിന്റ്സ്. രണ്ട് എൻഡ് പോയിന്റ്സും കണക്ട് ചെയ്ത് ലൈൻ വരയ്ക്കുക. ആൻഡ് നെയിം ഇറ്റ് ആസ് എ ഡാഷ് ആൻഡ് ബി ഡാഷ്. ബിക്കോസ് ഫ്രണ്ട് വ്യൂ നമ്മൾ എപ്പോഴും പറയുക ഡാഷ്, സ്മോൾ ലെറ്റേഴ്സ് ഡാഷ് ഇട്ടിട്ടാണ്. ആൻഡ് ദ ഡിസ്റ്റൻസ് വിൽ ബി 40 mm. ഇത് 40 mm ആണ്. 40 mm, 40 mm. അപ്പൊ ഇതാണ് ഇതിന്റെ ഫ്രണ്ട് വ്യൂവും ടോപ്പ് വ്യൂ. ഫ്രണ്ട് വ്യൂ and top view. അപ്പൊ ഒന്നുകൂടി പറയാം. നമ്മുടെ ക്വസ്റ്റ്യൻ പ്രകാരം ഒരു 100 mm ലൈൻ ഹൊറിസോണ്ടൽ പ്ലെയിനിന് പാരലാണ്, 40 mm ഉയരത്തിലാണ് നിൽക്കുന്നതെന്ന് പറഞ്ഞു. ആൻഡ് ഇറ്റ്സ് എൻഡ്സ് ആർ അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 25 mm and 50 mm away from or in front of vertical plane. ഇൻ ഫ്രണ്ട് ഓഫ് വെർട്ടിക്കൽ പ്ലെയിൻ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ക്വാഡ്രന്റ് ആണ്. നമ്മളെല്ലാം ഡീൽ ചെയ്യുന്നത് ഫസ്റ്റ് ക്വാഡ്രന്റിൽ ഉള്ള ലൈൻസിന്റെ കേസസ് ആണ്. അപ്പൊ ഇങ്ങനെ ഈ രീതിയിലാണ് ഈ ലൈൻ നിൽക്കുക. ഈ അകലം 25ഉം ഈ അകലം 50. ഈ ലൈനിന്റെ ലെങ്ത് 100 mm ആണ്. അപ്പൊ എപ്പോഴും നമ്മൾ ആ റൂൾസ് നോക്കുക. ലൈൻ ഏത് തലത്തിനാണോ പാരലായിട്ട് നിൽക്കുന്നത് ആ തലത്തിൽ കിട്ടുന്ന വ്യൂ ട്രൂ ലെങ്ത് ആയിരിക്കും. അപ്പൊ ഹൊറിസോണ്ടൽ പ്ലെയിൻ തിരശ്ചീന തലത്തിനാണ് ഈ ലൈൻ പാരലായിട്ട് നിൽക്കുന്നത്. ആൻഡ് ദ വ്യൂ വിൽ ബി ടോപ്പ് വ്യൂ. മുകളിൽ കൂടി കാണുന്ന വ്യൂ ആണ് ആ ഹൊറിസോണ്ടൽ പ്ലെയിൻ കിട്ടുക. നമ്മൾ ഇത് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഹൊറിസോണ്ടൽ പ്ലെയിൻ 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുന്നു എന്നുള്ള ഒരു അസംപ്ഷൻ ഉണ്ട്. റൊട്ടേറ്റ് ചെയ്യുമ്പോൾ XY ലൈനിൽ താഴെ കിട്ടുന്ന പ്ലെയിൻ ആണ് ഹൊറിസോണ്ടൽ പ്ലെയിൻ. ദിസ് ഇസ് VP, വെർട്ടിക്കൽ പ്ലെയിൻ. അപ്പൊ അവിടെ കിട്ടുന്ന വ്യൂ ആണ് ട്രൂ ലെങ്ത്തിന്റെ വ്യൂ. അത് 100 mm വരണം. അപ്പൊ 100 mm വരെയും വേണം. ഇത് 25ഉം ഇത് 50 ആകുകയും വേണം. ആ കണ്ടീഷൻസ് ഒപ്പിക്കാനായിട്ട് XY ലൈൻ ആദ്യം വരച്ചു. XY ലൈൻ വരച്ച ശേഷം രണ്ട് തിൻ ലൈൻസ് വരച്ചിട്ട്
ഇത് രണ്ടിന്റെയും ഡിസ്റ്റൻസ് ഒരെണ്ണം 25 മില്ലിമീറ്റർ, ഒരെണ്ണം 50 മില്ലിമീറ്റർ അകലത്തിലും രണ്ട് ലൈൻസ് വരച്ചു. അതിന്റെ ഒരു ലൈനിന്റെ എവിടെയെങ്കിലായിട്ട് എ എന്നുള്ള പോയിന്റ് സ്മോൾ എ, ബിക്കോസ് വി ഹാവ് സെലക്ടഡ് ദ ലൈൻ ആസ് എ ബി, ക്യാപിറ്റൽ എ ബി എന്നുള്ളതാണ് നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. എ എന്ന് മാർക്ക് ചെയ്തു. ഇനി എ ബിയുടെ ലെങ്ത് 100 മില്ലിമീറ്റർ ആണ്, ട്രൂ ലെങ്ത് ആണ് കിട്ടുക. ട്രൂ ലെങ്ത് കോമ്പസിൽ എടുക്കുക, 100 മില്ലിമീറ്റർ കോമ്പസിൽ എടുക്കുക. ഈ 100 mm അകലെയുള്ള ലൈനിൽ ഒരു ആർക്ക് കട്ട് ചെയ്യുക, അത് കണക്ട് ചെയ്യുക, സ്മോൾ ബി മാർക്ക് ചെയ്യുക. അത് അപ്പൊ നമുക്ക് കിട്ടുന്ന വ്യൂ ആണ് ടോപ്പ് വ്യൂ. ഇനി ടോപ്പ് വ്യൂവിൽ നിന്ന് പ്രൊജക്ടേഴ്സ് മുകളിലേക്ക് XY വരെ വരയ്ക്കുക. എന്നിട്ട് ടോപ്പ് വ്യൂ ഹൊറിസോണ്ടൽ പ്ലെയിനിൽ എത്ര മില്ലിമീറ്റർ അകലത്തിലാണ് നിൽക്കുന്നത്? 40 mm ആണ്. അപ്പൊ 40 mm മുകളിലേക്ക് വീണ്ടും അത് എക്സ്റ്റെൻഡ് ചെയ്യുക. ആ രണ്ട് എൻഡ് പോയിന്റ്സും ജോയിൻ ചെയ്ത് വരയ്ക്കുന്ന ലൈൻ ആണ് ഫ്രണ്ട് വ്യൂ. അതിനെ നൊട്ടേഷൻ കൊടുക്കേണ്ടത് A' B' എന്നാണ്. അപ്പൊ ഫസ്റ്റ് പാർട്ട് ഓവർ. ഇനി യു ഹാവ് ടു മെഷർ ദിസ് ആംഗിൾ. ഈ ആംഗിള്, ഈ ലൈൻ ഹൊറിസോണ്ടൽ ലൈൻ പാരലൽ ടു XY ആണ്. ദാറ്റ് മീൻസ് പാരലൽ ടു VP എന്നും വേണം പറയാം. ഇത് ഹൊറിസോണ്ടൽ പ്ലെയിൻ ടിൽറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ VP ആയിട്ടുള്ള ഇൻക്ലിനേഷൻ ആണ് നമുക്ക് കാണാൻ രണ്ടാമത്തെ പാർട്ടിൽ പറഞ്ഞിരിക്കുന്നത്. പ്രൊട്രാക്ടർ ഉപയോഗിച്ച് ഈ ഇൻക്ലിനേഷൻ കൂടി മാർക്ക് ചെയ്യുക. ആൻഡ് നിങ്ങൾക്ക് കിട്ടുന്ന ഇൻക്ലിനേഷൻ തീറ്റ ഈക്വൽ ടു എത്രയാണെന്ന് വെച്ചാൽ എഴുതുക. 30 ഡിഗ്രി ആണോ, 60 ഡിഗ്രി ആണോ, 45 ഡിഗ്രി ആണോ എന്നുള്ളത് എഴുതുക. അപ്പൊ രണ്ടാമത്തെ പാർട്ട് പോയി. ക്ലിയർ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ 90 mm long line is parallel to and 25 mm in front of VP. Its one end is in HP and the other end is 50 mm above HP. Draw its projections and find the inclination with HP. അതായത് ഹൊറിസോണ്ടൽ പ്ലെയിനിന് ഇൻക്ലൈൻഡ് ആയിട്ടാണ് ഒരു ലൈൻ നിൽക്കുന്നത്. അതിന്റെ ഒരു എൻഡ് ഹൊറിസോണ്ടൽ പ്ലെയിനിൽ റെസ്റ്റ് ചെയ്യുന്നു, അടുത്ത എൻഡ് ഹൊറിസോണ്ടൽ പ്ലെയിനിന് 50 മില്ലിമീറ്റർ മുകളിലാണ്. കൂടാതെ ഈ ലൈൻ വെർട്ടിക്കൽ പ്ലെയിനിന് പാരലാണ്, 25 mm മുൻപിലാണ്. വെർട്ടിക്കൽ പ്ലെയിന് പാരലാന്ന് പറയുമ്പോൾ തന്നെ ആ തലത്തിൽ കിട്ടുന്ന വ്യൂ ആണ് ട്രൂ ലെങ്ത്. നിങ്ങൾ കാണുമ്പോൾ ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ഒരു ലൈൻ, ഹൊറിസോണ്ടൽ പ്ലെയിനിന് ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ഒരു ലൈൻ, ഒരു എൻഡ് ഹൊറിസോണ്ടൽ പ്ലെയിൻ നിൽക്കുന്നു, മറ്റേ എൻഡ് 50 mm ഉയരത്തിൽ നിൽക്കുന്നു, പാരലൽ ടു VP ആണ്. അപ്പൊ VPയിൽ കിട്ടുന്ന ലൈൻ, അതായത് XYക്ക് മുകളിൽ കിട്ടുന്ന ആ ലൈൻ അല്ലെ പ്രൊജക്ഷൻ, അത് ട്രൂ ലെങ്ത് കാണിക്കും. പിന്നെ അതിൽ നിന്നാണ് താഴേക്ക് അതിന്റെ ടോപ്പ് വ്യൂ, ഫ്രണ്ട് വ്യൂ കിട്ടുന്നത് ട്രൂ ലെങ്ത് കാണിക്കും. ടോപ്പ് വ്യൂവിൽ കിട്ടുമ്പോൾ ലെങ്ത് ഷോർട്ടൻഡ് ആയിരിക്കും. അപ്പൊ ഈ കേസിൽ വരയ്ക്കേണ്ടത് ട്രൂ ലെങ്ത് കാണിക്കുന്നത് ഫ്രണ്ട് വ്യൂ ആണ്. സോ ഫസ്റ്റ് ഡ്രോ ആസ് യൂഷ്വൽ, ഡ്രോ ദ XY ലൈൻ. XY ലൈൻ നമ്മൾ വരച്ചു, XY ലൈൻ വരച്ചു. ഇനി രണ്ട് എൻഡ് പോയിന്റ്സ് മാർക്ക് ചെയ്തു XY. ഒരെൻഡ് ഈ കേസിൽ നമ്മൾ ലൈൻ AB എന്ന് എടുക്കാം, PQ എന്ന് എടുക്കാം, CD എന്ന് എടുക്കാം. ഇവിടെ ഞാൻ AB എന്ന് തന്നെ എടുക്കുന്നു. ഒരെൻഡ് സ്മോൾ a, ഫ്രണ്ട് വ്യൂ ആണ്. സോ മാർക്ക് ഇറ്റ് ആസ് A'. ഇനി ഈ ലൈനിന്റെ ലെങ്ത് 90 mm ആണ്, ട്രൂ ലെങ്ത് ആണ് കിട്ടുന്നത്. അപ്പൊ ട്രൂ ലെങ്ത് ഉള്ള 90 mm ലൈൻ വേണം. മാത്രമല്ല XYയിൽ നിന്ന് 50 മില്ലിമീറ്റർ ഉയരത്തിലും വേണം. ആദ്യം ചെയ്ത പോലെ XYയിൽ നിന്ന് 50 മില്ലിമീറ്റർ അകലത്തില് ഒരു പാരലൽ ലൈൻ, XYക്ക് പാരലൽ ആയിട്ട് 50 മില്ലിമീറ്റർ ഉയരത്തിൽ ഒരു ലൈൻ വരയ്ക്കുക, നേരത്തെ ഒരു ലൈൻ. Then take 90 mm in compass and with A as center, draw an arc to cut this line. 90 mm ഉള്ള ലൈൻ കിട്ടാനായിട്ട് 50 മില്ലിമീറ്റർ മുകളിലായിട്ട് ഒരു പാരലൽ ലൈൻ വരച്ചു. A' കേന്ദ്രമാക്കി 90 mm റേഡിയസിൽ ഒരു ആർക്ക് ആ ലൈനിനെ കട്ട് ചെയ്തു. ജോയിൻ ദാറ്റ് പോയിന്റ് വിത്ത് A'. A' ആ പോയിന്റ് ജോയിൻ ചെയ്തു. എന്നിട്ട് അതിനെ B' എന്ന് മാർക്ക് ചെയ്തു. ഈ ഡിസ്റ്റൻസ് വിൽ ബി 50 mm. അത് ഡയമെൻഷൻസ് മാർക്ക് ചെയ്യാം. 50 mm. ഈ ലൈനിന്റെ ലെങ്ത് 90 mm ആണ്. മാർക്ക് ദാറ്റ് ഡയമെൻഷൻ ഓൾസോ 90 mm.
അപ്പൊ ഇതില് ഫ്രണ്ട് വ്യൂ എന്ന് കിട്ടി. ഫ്രണ്ട് വ്യൂ, we will get front view. Now to obtain the top view, draw projectors, vertical projectors towards xy. xy യിലേക്ക് വെർട്ടിക്കൽ പ്രൊജക്ടേഴ്സ് വരയ്ക്കണം. ഒരു പോയിന്റ് xy തന്നെയാണ്, അപ്പൊ അതിന്റെ വരയ്ക്കേണ്ട ആവശ്യമില്ല. ബിയിൽ നിന്ന് താഴേക്ക് വെർട്ടിക്കൽ പ്രൊജക്ടർ xy വരെ വരച്ചു. Now ഇത് എത്ര മുൻപിലാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്, 25 mm in front of VP. അപ്പൊ ഈ പ്രൊജക്ടർ താഴേക്ക് 25 mm വരെ നീട്ടണം. 25 mm വരെ നീട്ടി ഇവിടെ നിന്നും 25 mm വരെ നീട്ടുക. ആ രണ്ട് പോയിന്റ്സും കൂട്ടി യോജിപ്പിച്ച് അടുത്ത ലൈൻ വരയ്ക്കുക. രണ്ട് ലൈൻ കൂട്ടി യോജിപ്പിച്ച് അടുത്ത ലൈൻ വരയ്ക്കുക. മാർക്ക് ഇറ്റ് ആസ് സ്മോൾ AB and this distance will be 25 mm. 25 mm. This distance 25 mm മാർക്ക് ചെയ്യാം. 25. അപ്പൊ ഈ കിട്ടുന്ന വ്യൂ ടോപ്പ് വ്യൂ. This view is called top view. AB. അതിന്റെ ലെങ്ത് ഒരിക്കലും ട്രൂ ലെങ്ത് ആയിരിക്കില്ല, ഷോർട്ടൺ ലെങ്ത് ആയിരിക്കും. അതിനുശേഷം രണ്ടാമത്തെ പാർട്ടില് ഈ ആംഗിൾ മെഷർ ചെയ്യും. മെഷർ ദിസ് ആംഗിൾ തീറ്റ ഈക്വൽ ടു എത്രയെന്ന് എഴുതുക. അല്ലെ തീറ്റ എന്ന് എഴുതുന്നില്ല, ഡയറക്റ്റ് ആയിട്ട് യു ക്യാൻ റൈറ്റ് ദ മെഷേർഡ് ആംഗിൾ. പ്രൊട്രാക്ടർ ഉപയോഗിച്ച് ആംഗിൾ മെഷർ ചെയ്യുക. ആ കിട്ടുന്ന എന്താണോ ആ വാല്യൂ അവിടെ എഴുതുക. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ക്ലിയർ? അപ്പൊ ഒന്നുകൂടി പറയാം. ക്വസ്റ്റ്യനിൽ പറയുക 90 mm ലോങ് ലൈൻ, 25 mm ഇൻ ഫ്രണ്ട് ഓഫ് VP, 25 mm ഇൻ ഫ്രണ്ട് ഓഫ് VP. And one end is in HP. HP യിൽ ഒരു end, other end is above HP at a distance 50 mm. അങ്ങനെയാണ് അതിന്റെ പ്രൊജക്ഷൻസ് വരയ്ക്കണം. ഈ ഇൻക്ലിനേഷൻ കൂടി കാണണം. അപ്പൊ XY ലൈൻ ഡയറക്റ്റ് ആയിട്ട് ആദ്യമേ വരച്ചു. ഇനി ഈ ലൈൻ എങ്ങനെയാണ് നിൽക്കുന്നത്, ട്രൂ ലെങ്ത് എവിടെയാണ് കിട്ടുന്നത്? നമ്മുടെ ക്വസ്റ്റ്യൻ പ്രകാരം ട്രൂ ലെങ്ത് ഫ്രണ്ട് വ്യൂവിലാണ് കിട്ടുക എന്ന് നമുക്ക് മനസ്സിലായി. സോ ഫ്രണ്ട് വ്യൂ വരയ്ക്കണം. അപ്പൊ അതിൽ ആദ്യത്തെ എൻഡ് പോയിന്റ് നിൽക്കുന്നത് ഒരെണ്ണം HP യിലാണ്. അപ്പൊ XY യിൽ ടച്ച് ചെയ്തിട്ട് പോയിന്റ് മാർക്ക് ചെയ്യുക. ഇവിടെയും ഞാൻ AB എന്നുള്ള ലൈൻ ആണ് കൺസിഡർ ചെയ്യുന്നത്. സോ മാർക്ക് ഫസ്റ്റ് പോയിന്റ് ആസ് A', ബിക്കോസ് ഫ്രണ്ട് വ്യൂവിനെ നമ്മൾ A' എന്നാണ്, അല്ലെങ്കിൽ B', അല്ലെങ്കിൽ C', P', Q' എന്നൊക്കെയാണ് നമ്മൾ കാണിക്കുക ഫ്രണ്ട് വ്യൂവിൽ. ഫസ്റ്റ് പോയിന്റ് A' എന്ന് മാർക്ക് ചെയ്തു. അടുത്ത എൻഡ് 90 mm ലെങ്ത് ഉള്ള ലൈൻ ആയിരിക്കണം. 50 mm XY യിൽ നിന്ന് ഉയരത്തിലായിരിക്കണം. അതാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻ. സോ മാർക്ക് ഡ്രോ എ ലൈൻ അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 50 mm ആൻഡ് പാരലൽ ടു XY. XY ക്ക് പാരലൽ ആയിട്ട് 50 mm അകലത്തിൽ ഒരു ലൈൻ വരയ്ക്കുക. എന്നിട്ട് A' കേന്ദ്രമാക്കി 90 mm റേഡിയസിൽ ഒരു ആർക്ക് ആ ലൈനിനെ കട്ട് ചെയ്യുക. അവിടെ B' എന്ന് മാർക്ക് ചെയ്യുക. A' B' ജോയിൻ ചെയ്യുക. ദാറ്റ് വിൽ ബി ദ ഫ്രണ്ട് വ്യൂ, റിക്വയർഡ് ഫ്രണ്ട് വ്യൂ. അതിൽ നിന്ന് താഴേക്ക് വെർട്ടിക്കൽ പ്രൊജക്ടേഴ്സ് വരയ്ക്കുക. എയിൽ നിന്ന് വരയ്ക്കേണ്ട ആവശ്യമില്ല, അവിടെ തന്നെയാണ്. ബിയിൽ നിന്ന് XY വരെ വരയ്ക്കുക. അടുത്തത് ഈ AB എന്നുള്ള ലൈൻ വെർട്ടിക്കൽ പ്ലെയിനിൽ എത്ര തള്ളിയിട്ടാണ് നിൽക്കുന്നത് നോക്കുക. 25 ആണ്. സോ എക്സ്റ്റെൻഡ് ദാറ്റ് പ്രൊജക്ടേഴ്സ് അപ് ടു 25 mm ടുവേർഡ്സ് ബോട്ടം. താഴേക്ക് 25 mm വരെ ആ ലൈൻസ് എക്സ്റ്റെൻഡ് ചെയ്യുക. ജോയിൻ ദാറ്റ് പോയിന്റ്സ്, we will get small AB, that is front view of that line as per question. ഇനി ഈ ഇൻക്ലിനേഷൻ ഹൊറിസോണ്ടൽ പ്ലെയിനുമായിട്ട് ഉണ്ടാക്കുന്ന ഇൻക്ലിനേഷൻ മീൻസ് XY ആയിട്ട് ഉണ്ടാക്കുന്ന ഇൻക്ലിനേഷൻ പ്രൊട്രാക്ടർ ഉപയോഗിച്ച് മാർക്ക് ചെയ്യുക. ക്ലിയർ? ഓക്കെ. ഇത് തേർഡ് ആൻഡ് ഫോർത്ത് അല്പം ഡിഫറന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഡയറക്റ്റ് ലൈനിന്റെ ലെങ്ത്തും ഒന്നും തരുന്നില്ല. അതിന്റെ ഒരു വ്യൂവിന്റെ ലെങ്ത്, അകലം, പ്രതലത്തിൽ നിന്നുള്ള ഹൊറിസോണ്ടൽ പ്രതലത്തിൽ നിന്നോ വെർട്ടിക്കൽ പ്രതലത്തിൽ നിന്നുള്ള അകലം, കൂടാതെ അതിന്റെ ആംഗിള് ഒക്കെ തരുന്ന ടിപ്പിക്കൽ ആയിട്ടുള്ള ഒരു രണ്ട് ക്വസ്റ്റ്യൻസ് ആണ് എഴുതിയിരിക്കുന്നത്. ഫസ്റ്റ് വൺ, ദ ടോപ്പ് വ്യൂ ഓഫ് എ 75 mm ലോങ് ലൈൻ. അപ്പൊ 75 mm ആണ് ആക്ച്വൽ ലെങ്ത്. ലൈനിന്റെ ലെങ്ത് 75 ആണ്. മെഷേഴ്സ് 55 mm. ടോപ്പ് വ്യൂ, മുകളിൽ കൂടി കാണുന്ന വ്യൂ 55 mm ആണ് എന്ന് പറയുന്നു. അപ്പൊ കുറഞ്ഞ് കാണുമ്പോൾ തന്നെ അത് ആ പ്രതലത്തിന് പാരലൽ അല്ല, ഇൻക്ലൈൻഡ് ആണ് നമ്മൾ മനസ്സിലാക്കണം.
ടോപ്പ് വ്യൂ മെഷേഴ്സ് 55 mm. അപ്പൊ ഹൊറിസോണ്ടൽ തലത്തിന് ഇൻക്ലൈൻഡ് ആയിട്ടായിരിക്കും ആ ലൈൻ നിൽക്കുക എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതായത് ഹൊറിസോണ്ടൽ പ്ലെയിനിൽ കിട്ടുന്ന വ്യൂ ആണ് ടോപ്പ് വ്യൂ. ഇറ്റ് മെഷേഴ്സ് 55 mm. ദ ലൈൻ ഈസ് ഇൻ VP, വെർട്ടിക്കൽ തലത്തിലാണ്, ഇങ്ങനെ ചേർന്നാണ് നിൽക്കുന്നത്. ആൻഡ് വൺ എൻഡ് ഈസ് ബീങ് 25 mm above HP. അതില് ഒരു എൻഡ് 25 mm ഉയരത്തിലാണ് നിൽക്കുന്നത്, above HP. Draw its projections. അപ്പൊ ഞാൻ ഇത് 3 ഡയമെൻഷനിൽ എങ്ങനെ വരും നോക്കാം. നമ്മള് തലങ്ങൾ വരച്ചു, ഹൊറിസോണ്ടൽ പ്ലെയിനും വെർട്ടിക്കൽ പ്ലെയിനും നമ്മൾ വരച്ചു. ദിസ് ഇസ് ഹൊറിസോണ്ടൽ പ്ലെയിൻ ആൻഡ് ദിസ് ഇസ് വെർട്ടിക്കൽ പ്ലെയിൻ. കണ്ടീഷൻ പ്രകാരം നമ്മുടെ ടോപ്പ് വ്യൂവിന്റെ ലെങ്ത് 55 mm ആണ്, ലൈനിന്റെ ലെങ്ത് 75 ആണ് എന്നൊക്കെ തന്നിട്ടുണ്ട്. അതിന്റെ ഒരെൻഡ് ഹൊറിസോണ്ടൽ പ്ലെയിനിൽ നിന്ന് 25 mm ഉയരത്തിലാണ്. പിന്നെ ആ ലൈൻ നിൽക്കുന്നത് വെർട്ടിക്കൽ പ്ലെയിനിലാണ്. അപ്പൊ വെർട്ടിക്കൽ പ്ലെയിനിലാണ് ഈ ലൈൻ നിൽക്കുന്നത് എന്ന് വിചാരിക്കുക. അതിന്റെ ലെങ്ത് ഇപ്പൊ ഞാൻ പറയുന്നില്ല. ഇനി ടോപ്പ് വ്യൂവിന്റെ ലെങ്ത് തന്നിട്ടുണ്ട് 55 mm. സോ നമ്മുടെ AB ആണെങ്കിൽ, ദിസ് ഇസ് AB എന്നുള്ള ലൈൻ ആണ് ഇവിടെ നിൽക്കുന്നതെങ്കിൽ, ഒറിജിനൽ ലൈൻ നിൽക്കുന്നതെങ്കിൽ അതിന്റെ ടോപ്പ് വ്യൂ കിട്ടുക ഇവിടെ സ്മോൾ AB XY ലായിരിക്കും കിട്ടുക. നമ്മൾ മുൻ ചെയ്ത പ്രോബ്ലത്തിൽ പറഞ്ഞിട്ടുണ്ട്, പ്രൊജക്ടേഴ്സ് ഇങ്ങോട്ട് വരയ്ക്കുമ്പോൾ XY ലാണ് കിട്ടുക. ഈ ലെങ്ത് 55 ആണ് എന്ന് തന്നിട്ടുണ്ട്. വി ഹാവ് ഗിവൺ ഇൻ ക്വസ്റ്റ്യൻ. ഓൾസോ ദ ലൈൻ ഈസ് ഇൻ VP, VP യിലാണ് നിൽക്കുന്നത് പറയുന്നുണ്ട്. അപ്പോ VP യിൽ നിൽക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഒരെൻഡ് അതില് 25 mm above HP എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ എൻഡ് ഇത് 25 mm അകലത്തിലാണ്. 55 mm ടോപ്പ് എന്ന് പറയുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ മനസ്സിലാക്കണം ഇത് ചരിഞ്ഞാണ് നിൽക്കുന്നത്, ഹൊറിസോണ്ടൽ പ്ലെയിനിന് ചരിഞ്ഞാണ് നിൽക്കുന്നത്. ആ ചരിവ് എത്രയാണെന്ന് നമുക്കറിയില്ല, പക്ഷെ ഈ ലെങ്ത് 75 ആണെന്ന് നമുക്കറിയാം, 75 ആണെന്ന് അറിയാം. അപ്പൊ ഈ ഇൻക്ലിനേഷൻ നമുക്ക് കണ്ടുപിടിക്കണം, പ്രൊജക്ഷൻസ് വരയ്ക്കണം. ഓക്കെ, അപ്പൊ അതാണ് നമ്മൾ ചെയ്യാൻ പോകേണ്ടത്. ആസ് യൂഷ്വൽ ഡ്രോ XY ലൈൻ. XY ലൈൻ വരച്ചു. ഇനി ഈ ലൈൻ വെർട്ടിക്കൽ പ്ലെയിനിലാണ് നിൽക്കുന്നതെന്ന് പറഞ്ഞു. ഇതിന്റെ ടോപ്പ് വ്യൂവിന്റെ നീളം 55 ആണെന്നും പറഞ്ഞു. സോ XY VP യിൽ നിൽക്കുന്ന ലൈനിന്റെ ടോപ്പ് വ്യൂ എപ്പോഴും കിട്ടുക XY യിലായിരിക്കും. സോ മാർക്ക് ഓൺ XY 2 പോയിന്റ്, 55 mm അകലത്തിലെ 2 പോയിന്റ് സ്മോൾ AB മാർക്ക് ചെയ്യുക. ദാറ്റ് ഈസ് ടോപ്പ് വ്യൂ തന്നിട്ടുണ്ട്. ഇനി ഈ ലൈൻ 25 mm മുകളിലാണ് ഒരെൻഡ്. അപ്പൊ ഒരെൻഡ് അകലത്ത് 25 mm അകലത്തില് ഒരു പാരലൽ ലൈൻ, ഒരു സിമ്പിൾ ആയിട്ട് ഒരു പാരലൽ ലൈൻ XYക്ക് പാരലൽ ആയിട്ട് ഒരു ചെറിയൊരു ലൈൻ വരയ്ക്കുക 25 mm മുകളിലായിട്ട്. ഇനി എയിൽ നിന്നും ബിയിൽ നിന്നും പ്രൊജക്ടേഴ്സ്, വെർട്ടിക്കൽ പ്രൊജക്ടേഴ്സ് വരയ്ക്കുന്നു. എയിൽ നിന്നും ബിയിൽ നിന്നും വെർട്ടിക്കൽ പ്രൊജക്ടേഴ്സ്. ബിയിൽ എത്ര നീളത്തിൽ വരയ്ക്കണമെന്ന് നമുക്കറിയില്ല, ചുമ്മാ വരയ്ക്കുന്നു. ഇനി ട്രൂ ലെങ്ത്, ആക്ച്വൽ ലെങ്ത് 75 ആണ് തന്നിട്ടുണ്ട്. സോ ടേക്ക് 75 ഇൻ റേഡിയസ് വിത്ത് എ ആസ് സെന്റർ. ഈ 75 mm റേഡിയസിൽ കിട്ടുന്ന ഒരു ആർക്ക്, ഈ ലൈൻ എവിടെയാണ് കട്ട് ചെയ്യുന്നത് അവിടെ ഒരു ആർക്ക് കട്ട് ചെയ്യുക. മാർക്ക് ഇറ്റ് ആസ് B ഡാഷ്. B ഡാഷ് എന്നും ഇവിടെ A ഡാഷ് എന്നും മാർക്ക് ചെയ്യാം. ജോയിൻ A ഡാഷ് ആൻഡ് B ഡാഷ്. Join A dash and B dash. That will be the required front view. Front view. Front view. അത് 75 mm ഉണ്ടാവും. ഈ അകലം 25 ആണ് നമുക്ക് തന്നിട്ടുണ്ട്. That is given in question 25. And this is given as 55. That is also given in the question. ഈ ടോപ്പ് വ്യൂവിന്റെ ലെങ്ത് 55 ആണ് എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ ഇത് 75 ആണെന്നും നമുക്ക് തന്നിട്ടുണ്ട്. 75. അതായത് 75 mm ലെങ്ത് ഉള്ള ലൈനിന്റെ
ടോപ്പ് വ്യൂ ആണ് 55 മെഷർ ചെയ്യുന്നതാണ് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്. ദിസ് ഈസ് 75. ഈ ഇൻക്ലിനേഷൻ നമുക്കറിയില്ല. യു ക്യാൻ മെഷർ ദിസ് ഇൻക്ലിനേഷൻ, അത് ഇവിടെ എഴുതാം. അതുപോലെ ഈ ഡിസ്റ്റൻസ് വേണമെങ്കിലും മെഷർ ചെയ്ത് എഴുതാം. ദിസ് ഈസ് ടോപ്പ് വ്യൂ. ഇതാണ് ടോപ്പ് വ്യൂ. ടോപ്പ് വ്യൂ. ഈ എ ബി XY ലൈനിൽ തന്നെയാണ് എ ബി കിട്ടുക. ഒന്നുകൂടി പറയാം. ദ ടോപ്പ് വ്യൂ ഓഫ് 75 mm ലോങ് ലൈൻ മെഷേഴ്സ് 55 mm. The line is in VP. One end being 25 mm above HP. Draw the projections. അപ്പൊ ഈ കണ്ടീഷൻ പ്രകാരം 3 ഡയമെൻഷനിലെ ഹൊറിസോണ്ടൽ പ്ലെയിനും വെർട്ടിക്കൽ പ്ലെയിനും ഞാൻ ഇവിടെ വരച്ചു. VP യിലാണ് 75 mm ലെങ്ത് ഉള്ള ലൈൻ നിൽക്കുന്നത്. അപ്പൊ ഞാൻ 75 mm ലൈൻ വരച്ചു. ഒരു എൻഡ് മാത്രം 25 mm പൊക്കത്തില്, എ എന്നുള്ള എൻഡ് 25 mm പൊക്കത്തില് ഞാനൊരു ഇഷ്ടമുള്ള ഇൻക്ലിനേഷനിൽ എ ബി എന്നുള്ള ലൈൻ വരച്ചു. ആ ലൈൻ വരയ്ക്കുമ്പോൾ അതൊരു കണ്ടീഷൻ ഉണ്ട്. ഇവിടെ 55 mm ടോപ്പ് വ്യൂ 55 കിട്ടണം. അപ്പൊ 55 കിട്ടുന്ന വിധത്തില് ടോപ്പ് വ്യൂ വരുന്ന വിധത്തിലാണ് അവിടെ വരയ്ക്കേണ്ടത്. അപ്പൊ അതൊന്നും നമുക്ക് അറിയില്ല. ഇപ്പൊ ചുമ്മാ നിങ്ങളുടെ എക്സ്പ്ലനേഷന് വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ എ ബി വരച്ചു. ടോപ്പ് വ്യൂ ഇവിടെ നോക്കുമ്പോൾ എ ബി, സ്മോൾ എ ബി XY തന്നെ കിട്ടണം. ബിക്കോസ് ഇറ്റ് ഈസ് ലൈങ് ഓൺ VP. ക്ലിയർ? അപ്പൊ അതിന് പ്രകാരം നമ്മൾ ആൻസറിലേക്ക് വരുമ്പോൾ ഫസ്റ്റ് ഡ്രോ XY. ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ആദ്യത്തെ ഹിന്റ് അനുസരിച്ച് അല്ലെ ഡേറ്റ അനുസരിച്ച് ടോപ്പ് വ്യൂ 55 മില്ലിമീറ്റർ ആണ്. സോ ടോപ്പ് വ്യൂ വരുന്നത് XY യിലാണ്. ഈ ഫിഗറിൽ നമ്മൾ മനസ്സിലാക്കിയിടത്തോളം XY യിലാണ്, VP യിലാണ് ചേർത്തിരിക്കുന്നത് XY. അപ്പൊ ഈ VP യിൽ സ്മോൾ എ ബി മാർക്ക് ചെയ്യുക. ക്ലിയർ? Then AB യിൽ നിന്ന് 25 mm അകലത്തില്, ബിക്കോസ് ഇറ്റ്സ് വൺ എൻഡ് ഈസ് എബവ് 25 mm. ഇവിടെ 25 mm എബവ് HP എന്ന് പറഞ്ഞിട്ടുണ്ട്. 25 മില്ലിമീറ്റർ അകലത്തില് ഒരു പാരലൽ ലൈൻ, ചെറിയൊരു ലൈൻ വരയ്ക്കുക. അതിലേക്ക് എയിൽ നിന്ന് വെർട്ടിക്കൽ പ്രൊജക്ടർ വരയ്ക്കുക. ബിയിൽ നിന്നും ഒരു വെർട്ടിക്കൽ പ്രൊജക്ടർ മുകളിലേക്ക് വരയ്ക്കുക. അതിന്റെ ലെങ്ത് നമുക്കറിയില്ല, കുറച്ച് നീട്ടം കൂട്ടി വരയ്ക്കുക. A' എന്ന പോയിന്റ് ആ പാരലൽ ലൈനിൽ മാർക്ക് ചെയ്യുക. ഈ എയിൽ നിന്ന് വരയ്ക്കുന്ന പ്രൊജക്ടറും ആ 25 mm ലെങ്തിലുള്ള പാരലൽ ലൈനും കൂട്ടിമുട്ടെടുത്ത് A' മാർക്ക് ചെയ്യുക. ആ A' കുത്തിയിട്ട് 75 മില്ലിമീറ്റർ, ബിക്കോസ് 75 mm ആണ് ലൈനിന്റെ ലെങ്ത് പറഞ്ഞിരിക്കുന്നത്, 75 mm കോമ്പസ് എടുക്കുക. ഈ ബിയിൽ കൂടി പാസ് ചെയ്യുന്ന അല്ലെങ്കിൽ വരയ്ക്കുന്ന വെർട്ടിക്കൽ പ്രൊജക്ടറിനെ കട്ട് ചെയ്യുക. എവിടെയാണോ കട്ട് ചെയ്യുന്നത് അവിടെ കിട്ടും 75 mm ലൈൻ. അവിടെ B' എന്ന് മാർക്ക് ചെയ്യുക. A' B' യോജിപ്പിക്കുക. ദാറ്റ് വിൽ ബി ദി ഫ്രണ്ട് വ്യൂ. ഈ ആംഗിൾ മെഷർ ചെയ്യുക, അതിന്റെ ഇൻക്ലിനേഷൻ കിട്ടും. ഫ്രണ്ട് വ്യൂ, ടോപ്പ് വ്യൂ എന്ന് എഴുതുക. ഡയമെൻഷൻസ് 55, 25, 75 എന്ന് കൂടി എഴുതുക. ആൻസർ ഈസ് കംപ്ലീറ്റ്. ഓക്കെ, ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ പ്രകാരം അത് ഇത്തിരി ഡിഫറെന്റ് ആണ്. ഇതേപോലെ തന്നെയാണ് ഈ ക്വസ്റ്റ്യൻ വരുന്നത്. The front view of a line inclined 30 degree to VP. ഫ്രണ്ട് വ്യൂ, അതായത് മുൻപിൽ നമ്മൾ ഇങ്ങനെയുള്ള ഫ്രണ്ട് വ്യൂ, ഇതൊന്ന് കാണുന്ന വ്യൂ ഇൻക്ലൈൻഡ് 30 ഡിഗ്രി ടു VP. കണ്ടോ, ഇത് 30 ഡിഗ്രി ചരിഞ്ഞു നിൽക്കുന്ന ഒരു ലൈനിന്റെ നീളം 65 മില്ലിമീറ്റർ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഫ്രണ്ട് വ്യൂവിന്റെ നീളം ഇൻക്ലൈൻഡ് വെർട്ടിക്കൽ പ്ലെയിന് 30 ഡിഗ്രി ഇൻക്ലിനേഷനിൽ നിൽക്കുന്ന ഒരു ലൈനിന്റെ ഫ്രണ്ട് വ്യൂ, ഇവിടെ കിട്ടുന്ന ലെങ്ത് ഫ്രണ്ട് വ്യൂ എന്ന് പറഞ്ഞാൽ 65 മില്ലിമീറ്റർ ആണ് പറഞ്ഞിട്ടുണ്ട്. ഡ്രോ ദ പ്രൊജക്ഷൻ ഓഫ് ദ ലൈൻ when it is parallel to and 40 mm above, parallel to, 40 mm above HP. HP യിൽ നിന്ന് 40 മില്ലിമീറ്റർ അകലത്തിലാണ്, ഉയരത്തിലാണ് നിൽക്കുന്നത്. And its one end being 30 mm, 30 mm in front of VP. 30 mm ഒരു എൻഡ് VP യിൽ നിന്ന് തള്ളിയാണ് നിൽക്കുന്നത്. അപ്പൊ ഈ നമ്മുടെ 3 ഡയമെൻഷണൽ പ്ലെയിൻസ് പ്രകാരം ഇത് വെർട്ടിക്കൽ പ്ലെയിൻ, ദിസ് ഇസ് ഹൊറിസോണ്ടൽ പ്ലെയിൻ. ഫ്രണ്ട് വ്യൂ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഇവിടെ നിന്ന് നോക്കുന്ന വ്യൂ ആണ്. ആ ലൈനിന്റെ VPക്ക് ചരിഞ്ഞു നിൽക്കുന്ന ലൈൻ എന്ന് പറയുമ്പോൾ ഹൊറിസോണ്ടൽ പ്ലെയിന് പാരലൽ ആയിരിക്കും. അത് മനസ്സിലായി. ഇനി ഈ ലൈനിന്റെ കണ്ടീഷൻ 65 മില്ലിമീറ്റർ. അപ്പൊ ഇവിടെ കിട്ടുന്ന
ലൈൻ, അടുത്തൊരു റൂൾ പ്രകാരം ഇവിടെ കിട്ടുന്ന വ്യൂ അത് എക്സ് വൈക്ക് പാരലൽ ആയിരിക്കും എന്നൊരു കണ്ടീഷൻ കൂടി എഴുതിയിട്ടുണ്ട്. അപ്പൊ എക്സ് വൈക്ക് പാരലൽ ആയിരിക്കും ഈ ലൈൻ കിട്ടുക. അത് 65 മില്ലിമീറ്റർ ആണ് ഫ്രണ്ട് വ്യൂ. എ ഡാഷ് ബി ഡാഷിന്റെ ലെങ്ത് 65 മില്ലിമീറ്റർ ആണ്. കൂടാതെ ഇത് 40 മില്ലിമീറ്റർ ഉയരത്തിലാണ് നിൽക്കുന്നത്. അപ്പൊ ഈ ഡിസ്റ്റൻസ് 40 ആണ്. ഇനി ഇത് ഈ ലൈൻ തന്നെ 30 ഡിഗ്രി ചരിവിൽ നിൽക്കുമ്പോൾ തന്നെ ഒരെൻഡ് വി പിയിൽ നിന്ന് 30 മില്ലിമീറ്റർ മാറിയാണ് നിൽക്കുന്നത്. അപ്പൊ 30 മില്ലിമീറ്റർ മാറിയിട്ട് ഇങ്ങനെയായിരിക്കും അതിന്റെ ടോപ്പ് വ്യൂ വരിക. ലെങ്ത് തന്നിട്ടില്ല. അപ്പൊ ഈ അകലം ഇത് 30 ആണ് തന്നിരിക്കുന്നത്. അപ്പൊ നമ്മളിത് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ പാരലൽ ആയിട്ട് ഒരു ലൈനും കിട്ടും, ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ഒരു ലൈനും ഇവിടെ കിട്ടും. അതായിരിക്കും അതിന്റെ വ്യൂസ് വരിക. അതെങ്ങനെയാണ് വരയ്ക്കണമെന്ന് നമുക്ക് നോക്കാം. ആസ് യൂഷ്വൽ നമ്മൾ വരയ്ക്കുന്നു. ഫസ്റ്റ് ഡ്രോ ദ എക്സ് വൈ ലൈൻ. എക്സ് വൈ ലൈൻ വരച്ചു. ഇനി നമ്മുടെ കണ്ടീഷൻ പ്രകാരം 65 മില്ലിമീറ്റർ നീളമുള്ള ഒരു ലൈൻ വരയ്ക്കണം, പാരലൽ ടു എക്സ് വൈ ആൻഡ് 40 mm above it. 40 മില്ലിമീറ്റർ ഇവിടെ എച്ച് പിക്ക് ഉയരത്തിൽ 40 മില്ലിമീറ്റർ ആണ്. ഇതിന്റെ ഫ്രണ്ട് വ്യൂവിന്റെ നീളം 65 മില്ലിമീറ്റർ ആണ് തന്നിട്ടുണ്ട്. അപ്പൊ 40 മില്ലിമീറ്റർ ഉയരത്തിലായിട്ട് ഒരു പാരലൽ ലൈൻ, 40 മില്ലിമീറ്റർ ഉയരത്തിലായിട്ട് ഒരു പാരലൽ ലൈൻ വരയ്ക്കുക. ഹാവിംഗ് ലെങ്ത് ഈക്വൽ ടു 65 mm എ ഡാഷ് ബി ഡാഷ്. ഈ അകലം 40 ആയിരിക്കണം. മാർക്ക് ഇറ്റ് ആസ് 40 mm. ഇത് 40 മില്ലിമീറ്റർ ആയിരിക്കണം. 40. ഇതാണ് എ ഡാഷ് ബി ഡാഷ് എന്നുള്ള ഫ്രണ്ട് വ്യൂ. ഇനി അടുത്തത് ടോപ്പ് വ്യൂ കിട്ടാനായിട്ട് ഇതിൽ നിന്ന് താഴേക്ക് പ്രൊജക്ടേഴ്സ് വരയ്ക്കുക. പ്രൊജക്ടേഴ്സ് വരയ്ക്കണം, താഴേക്ക് വരയ്ക്കുക. ഇനി എത്ര താഴേക്ക് വരയ്ക്കണം എന്നുള്ളത് നമ്മൾ അടുത്ത കണ്ടീഷൻ നോക്കുക. ഒരെൻഡ് 30 മില്ലിമീറ്റർ അകലത്തിലാണ് നിൽക്കുന്നത്. കൂടാതെ ഈ ലൈൻ 30 ഡിഗ്രി ചരിവിലാണ് നിൽക്കുന്നത് പറയുന്നത്. അപ്പൊ 30 മില്ലിമീറ്റർ അകലം വരെ ഒരേത് സൈഡില്, ഈ സൈഡിലെ എൻഡ് 30 മില്ലിമീറ്റർ അകലത്തിൽ വരെ വരച്ചു ഞാൻ. എന്നിട്ട് അവിടെ ഒരു പാരലൽ ലൈൻ കൂടി വരയ്ക്കുന്നു. 30 മില്ലിമീറ്റർ അകലത്തിൽ ഒരു പാരലൽ ലൈൻ കൂടി വരയ്ക്കുന്നു. അതിനെ സ്മോൾ എ എന്നായിരിക്കും നമ്മൾ മാർക്ക് ചെയ്യുക. ടോപ്പ് വ്യൂവിന് എ എന്നാണ് മാർക്ക് ചെയ്യുക. ഇനി ആ ലൈൻ ചരിഞ്ഞു നിൽക്കുന്നത്, വെർട്ടിക്കൽ പ്ലെയിന് ചരിഞ്ഞു നിൽക്കുന്നത് 30 ഡിഗ്രി എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ യൂസിങ് പ്രൊട്രാക്ടർ ഒരു 30 ഡിഗ്രി വരുന്ന ചരിഞ്ഞ ലൈൻ, 30 ഡിഗ്രി ചരിഞ്ഞ ലൈൻ വരയ്ക്കുക. നീളത്തിൽ ഇങ്ങനെ വരയ്ക്കാം. 30 ഡിഗ്രി ഇൻക്ലൈൻഡ് ആയിട്ട് ഒരു ലൈൻ. നീളത്തിൽ വരയ്ക്കുക. ദെൻ ബി ഡാഷിൽ നിന്ന് എക്സ് വൈ വരെയുള്ള ആ പ്രൊജക്ടർ താഴേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുക. ബി ഡാഷ് എന്നുള്ള എക്സ് വൈയിലേക്കുള്ള പ്രൊജക്ടർ താഴേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുക. അവിടെ വരെ മതിയപ്പോൾ അതിനെ ബി എന്ന് മാർക്ക് ചെയ്യുക. സ്മോൾ ബി. എ ബി വിൽ ബി ദി റിക്വയർഡ് ടോപ്പ് വ്യൂ. നമുക്ക് വരയ്ക്കേണ്ട ടോപ്പ് വ്യൂ ഇതായി, ഫ്രണ്ട് വ്യൂ അതായി. അപ്പൊ റൈറ്റ് ഇറ്റ് ആസ് ഫ്രണ്ട് വ്യൂ, ടോപ്പ് വ്യൂ. ദിസ് ഡിസ്റ്റൻസ് ഈസ്, ഇത് എത്ര ഡിസ്റ്റൻസ് ആണ് തന്നിരിക്കുന്നത്? ദിസ് ഈസ് 30 mm. 30 mm ഈ ഡിസ്റ്റൻസ്. ഈ ആംഗിള് 30 ആണെന്ന് കൂടി തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇതാണ് നമുക്ക് വരയ്ക്കേണ്ട രണ്ടാമത്തെ, ഈ ക്വസ്റ്റ്യൻ, നാലാമത്തെ ക്വസ്റ്റ്യൻ പ്രകാരം വരയ്ക്കേണ്ട വ്യൂസ്. ഒന്നുകൂടി പറയാം. ഒരു ലൈൻ, അതിന്റെ ഫ്രണ്ട് വ്യൂ 65 മില്ലിമീറ്റർ ആണെന്ന് തന്നിരിക്കുന്നു. ഇനി ആ ലൈനിന്റെ പ്രത്യേകത എന്താണ്? ആ ലൈൻ 40 മില്ലിമീറ്റർ ഉയരത്തിലാണ്, ഹൊറിസോണ്ടൽ പ്ലെയിനിന് ഉയരത്തിലാണ് നിൽക്കുന്നത്. അതുകൂടാതെ വെർട്ടിക്കൽ പ്ലെയിനിന് 30 ഡിഗ്രി ചരിവിൽ നിൽക്കുന്നു. അതിന്റെ ഒരെൻഡ് വെർട്ടിക്കൽ പ്ലെയിനിന് 30 മില്ലിമീറ്റർ തള്ളിയാണ് നിൽക്കുന്നത്. അങ്ങനെയെങ്കിൽ അതിന്റെ വ്യൂസ് വരയ്ക്കുക എന്നാണ് പറഞ്ഞത്. അപ്പൊ ആസ് യൂഷ്വൽ എക്സ് വൈ ലൈൻ വരയ്ക്കുന്നു. തന്നിരിക്കുന്ന ഡാറ്റ ആദ്യം വരയ്ക്കുക.
40 മില്ലിമീറ്റർ അകലത്തിൽ ഫ്രണ്ട് വ്യൂ, അതിന്റെ അകലം തന്നിട്ടുണ്ട് 65 മില്ലിമീറ്റർ. സോ ഇതിന്റെ അകലം കൂടി നമ്മൾ മാർക്ക് ചെയ്യണം. 65 മില്ലിമീറ്റർ ഇവിടെ തന്നിട്ടുണ്ട്. ദാറ്റ് ഇസ് ഗിവൺ ഡാറ്റ. 65 മില്ലിമീറ്റർ ആ ഡയമെൻഷൻസ് കൂടി മാർക്ക് ചെയ്യാം. $65 മില്ലിമീറ്റർ ലൈൻ വരച്ചു. അതിനെ എ ഡാഷ് ബി ഡാഷ്, ബിക്കോസ് ഫ്രണ്ട് വ്യൂവിനെ എപ്പോഴും നമ്മൾ ഡാഷ് ഇട്ടിട്ടാണ് നൊട്ടേഷൻ കൊടുക്കുക. എ ഡാഷ് ബി ഡാഷ് മാർക്ക് ചെയ്യുക. 40 മില്ലിമീറ്റർ ഉയരത്തിലായിട്ട് XY ഫ്രണ്ട് വ്യൂ വരച്ചു. തന്നിരിക്കുന്ന ഒരു ഡാറ്റ. ഇനി താഴേക്ക് അതിന്റെ ടോപ്പ് വ്യൂ കിട്ടണം. താഴേക്ക് പ്രൊജക്ടേഴ്സ് വരച്ചു. എ ഡാഷിൽ നിന്നും ബി ഡാഷിൽ നിന്നും XY വരെ പ്രൊജക്ടേഴ്സ് വരച്ചു. ഇനി ഒരെൻഡ് 30 മില്ലിമീറ്റർ മാറിയിട്ടാണ് 30 ഡിഗ്രി ഇൻക്ലിനേഷൻ ആണെന്ന് പറയുന്നത്. അപ്പൊ ആ എൻഡ് കാണാനായിട്ട് 30 മില്ലിമീറ്റർ മാറിയിട്ട് ഒരു പാരലൽ വരച്ചു. എ ഡാഷിൽ നിന്ന് പ്രൊജക്ട് ചെയ്ത ലൈൻ അവിടെ വരെ നീട്ടി. അവിടെ എ എന്ന് മാർക്ക് ചെയ്തു. ആ എക്കും ഈ ലൈനിനും ഇൻക്ലൈൻഡ് ആയിട്ട്, എയിൽ നിന്ന് ഈ ലൈൻ ഇൻക്ലൈൻഡ് ആയിട്ട് 30 ഡിഗ്രി ചരിവില് ഒരു ലൈൻ നീട്ടി അങ്ങ് വരയ്ക്കുക. ദെൻ ബി ഡാഷിൽ നിന്ന് താഴേക്ക് വരച്ച ലൈൻ ഇങ്ങോട്ടേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുക. ആ ഇൻക്ലൈൻ ലൈനിനെ കട്ട് ചെയ്യുന്ന ഭാഗത്ത് ബി എന്നുള്ള പോയിന്റ് മാർക്ക് ചെയ്യുക. അതാണ് AB ആയിരിക്കും നമുക്ക് വേണ്ട ടോപ്പ് വ്യൂ. ക്ലിയർ? അപ്പൊ ഇത്രയാണ് 4 ക്വസ്റ്റ്യൻ, 4 ടിപ്പിക്കൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇത് ഡിസ്കസ് ചെയ്തത്. അപ്പൊ നന്നായിട്ട് 2-3 പ്രാവശ്യം ഈ വീഡിയോ കണ്ടിട്ട് ഇതേപോലെ ഫിഗേഴ്സ് വരച്ചിട്ട് പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.